മാറ്റാൻ ശപഥമെടുത്തു വന്ന ജന്മമായിരുന്നു മേയർ വി രാജേഷിന്റേത്. വന്നു കണ്ടു ജയിച്ചു. പക്ഷേ ഉത്തരവാദിത്തം അങ്ങോട്ട് ഏറ്റെടുക്കില്ല. ഇന്നലെ ഒരളവിൽ മഴ പെയ്തപ്പോൾ കവിഞ്ഞൊഴുകിയ തിരുവനന്തപുരം സിറ്റിയിലെ മലിനജലം കോർപ്പറേഷന്റെ നെയിം സ്ലിപ്പ് ഒട്ടിച്ചല്ല ഒഴുകിയത് എന്ന് പറഞ്ഞ് മേയർ കൈയൊഴിഞ്ഞപ്പോ തിരുവനന്തപുരം എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ 4 മാസം കൊണ്ട് മേയർ എന്ത് ചെയ്യാൻ എന്നൊക്കെ സാന്ത്വനങ്ങൾ കുമിഞ്ഞുകൂടി. 2 കാര്യങ്ങളാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടെന്നും മാറാത്തതൊക്കെ മാറ്റുമെന്നും പറഞ്ഞത് പിന്നെ മാസം 4 10 നോക്കേണ്ട കാര്യമൊന്നുമില്ല. 2, തിരുവനന്തപുരം എല്ലാ കാലത്തും ഇങ്ങനെ ആയിരുന്നില്ല. തെളിവ് വേണോ? ഇത് കഴിഞ്ഞ കൊല്ലത്തെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടാണ്. തലക്കെട്ട് ഇങ്ങനെയാണ്: വണ്ടറിംഗ് വൈ തിരുവനന്തപുരം ഡിഡ് നോട്ട് ഗെറ്റ് ഫ്ലഡഡ് ദിസ് മൺസൂൺ. ഈ വാർത്താക്കുറിപ്പിൽ തന്നെ 65 ലക്ഷം മുടക്കി നിർവഹിച്ച ശുചീകരണ പ്രവർത്തനങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. 1 തവണ പഴവങ്ങാടിയിലെയും ആമയിഴഞ്ചാൻ തോട്ടിലെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. രാത്രിയും പകലും കൃത്യമായ നിരീക്ഷണം നടത്തി പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഇത് കോർപ്പറേഷന് നിറമുള്ള ഓടയല്ല എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഇനി വരാൻ പോകുന്ന മൺസൂൺ കാലത്ത് എന്താണ് സംഭവിക്കുക എന്ന് തിരുവനന്തപുരത്തുകാർ കണ്ടു തന്നെ അറിയണം.